ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേല ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടക മാസം തുടങ്ങണം. അപ്പം നല്ല മഴയുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോഴത്തേക്കും ഞാൻ ചെമ്പരത്തി താളി എടുക്കാൻ വേണ്ടി നടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഇതളിൻ്റെ ചെമ്പരത്തി താളി നോക്കുകയാണ്. അപ്പോൾ 3-4 തരത്തിലുള്ള ചെമ്പരത്തി ചെടി ഉണ്ട് ഇവിടെ. അപ്പോൾ 5 ഇതളിൻ്റെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ മുടി കഴുകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഈ കെമിക്കൽ അടങ്ങിയ ഷാമ്പു, സോപ്പൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ താളിയോ ചെറുപയർ പൊടിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തി ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനത്തെ എന്താ പറയുക, കേശ സംരക്ഷണം, ദേഹ സംരക്ഷണം, അപ്പോൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ നമ്മൾ ദേഹത്ത് നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടി നല്ല മസാജ് ചെയ്ത് കുളിക്കാനും, അതേപോലത്തെ സോപ്പ് ഉപയോഗിക്കാണ്ട് ഒരു ബാത്ത് പൗഡറോ എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിലേക്ക് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സൊക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂടുതൽ നേരം നമ്മൾ തലയിൽ എണ്ണ വയ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എനിക്കൊക്കെ കൂടുതൽ നേരം തലയിൽ എണ്ണ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കഫക്കെട്ടിൽ അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആണെങ്കിൽ ഒരു 5 മിനിറ്റ്സൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് തല നന്നായിട്ട് കഴുകിക്കളയാം. ഇപ്പോൾ അല്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഓയിൽ യൂസ് ചെയ്താലും ഇങ്ങനെ തലയിൽ വയ്ക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ്സൊക്കെ നമുക്ക് തലയിൽ വെച്ചിട്ട് വേണം അത് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ്സ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ താളി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ തലയിലേക്ക് ഇപ്പോൾ ഈ ഒരു മാസത്തിൽ, കർക്കിടക മാസത്തിൽ കൂടുതലും നമ്മൾ ഷാമ്പു, സോപ്പൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ തലയിലാണെങ്കിലും നമ്മുടെ ദേഹത്താണെങ്കിലും ഒക്കെ ഈ ഒരു സോപ്പ്, ഷാമ്പു ഒക്കെ, ബോഡി വാഷൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കാം. അപ്പോൾ തല കഴുകാനായിട്ട് ഞാനിവിടെ താളിയാണ് എടുക്കുന്നത്. ഇപ്പോൾ കൂടുതലും നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ, താരൻ, മുടിയുടെ അറ്റം പിളരുന്നത് ഒക്കെ മാറാനായിട്ട് ഇത് ബെസ്റ്റാണ്. ഇത് ഒരെണ്ണം മതി നമുക്ക് ചെയ്യാനായിട്ട്, വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ എടുക്കുന്നത് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ്സൊക്കെ മസാജ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയാം. അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിൽ, നമ്മൾ ബോഡിക്കും നമ്മളുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുത്താലും മതി. അതെടുത്തിട്ട് ഒരു 1/2 hour എങ്കിലും നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ പോയി കുളിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോഡി ഓയിലാണിത്. അതേപോലെ തന്നെ സോപ്പിന് പകരമായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു ബോഡി ബാത്ത് പൗഡർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓറഞ്ച് പൊടിയില്ലേ, ഓറഞ്ച് ഉണക്കി പൊടിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അത് നമ്മൾ പൗഡർ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതും ചെറുപയർ പൊടിച്ചതും പിന്നെ ഉലുവ, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഡപ്പയിലാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബോഡിയൊക്കെ വാഷ് ചെയ്യാൻ നേരത്തെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ബാത്ത് പൗഡറായിട്ടും യൂസ് ചെയ്യും. നൈറ്റിലൊക്കെ ഇത് ജസ്റ്റ് ഒരു സ്പൂൺ വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സൊക്കെ വെച്ചിട്ട് അതൊന്ന് കഴുകിക്കളയും. അതിനും ബെറ്ററാണിത്. അപ്പോൾ ഒരു ഫേസ് പാക്കായിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എണ്ണയൊക്കെ യൂസ് ചെയ്ത്, അപ്പോൾ സ്ഥിരം തേക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.